യോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഫയൽ വന്നേക്കുവാണ്. സോ ഇവിടെ നമ്മൾ ലെമാറിൻ്റെ കൂടെ ഇവിടെ ബീച്ചിലൊക്കെ ചില്ല് ഔട്ട് ചെയ്യാണ്. സോ ലെമാർ നമ്മളോട് എന്തോ പറയാന്നൊക്കെയാണ് പറയണേ. എടാ പറയാ. എടാ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, അത് നിനക്ക് തരാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. എന്ത് സാധനം? ഗൈസ് ലെമാർ എന്തോ സാധനം കയ്യിലുണ്ടെന്നൊക്കെയാണ് പറയണേ. ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഇവന് ഇച്ചിരി പ്രശ്നക്കാരനാണ്. അതിൽ നമ്മളെ കുറേ സഹായിച്ചിട്ടുള്ള നമുക്ക് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. നമുക്ക് എന്താണ് സാധനം? എന്താടാ സാധനം എന്ന് പറഞ്ഞാൽ നിനക്ക് ഉപകാരപ്പെടുന്ന സാധനം. നിനക്ക് ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമോ? അതൊക്കെ നീ ഇപ്പോഴോ ഓർത്തിരിക്കണ്ട. എടാ ഞാൻ നിന്റെ ആരാന്ന് വിചാരിച്ചട്ടാ, ഞാനിതൊക്കെ ഓർത്തിരിക്കില്ലേ? അതെ അതെ ഗൈസ്, ലെമാർ എന്തൊക്കെയോ പറയണ്ട ഗൈസ്. എനിക്ക് അറിയില്ല ഈ ചെക്കൻ എന്താ പണിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചോദിച്ചു നോക്കാം. എന്താ സാധനം? സാധനം എന്താടാ? എടാ അത് പിന്നെ നിനക്ക് ഞാനൊരു പോഷൻ തരും. അത് കുടിച്ചാ നിനക്ക് ഇഷ്ടമുള്ള ആനിമൽ നിനക്കായി മാറാൻ പറ്റും. പോഷൻ കുടിച്ച് ഇഷ്ടമുള്ള ആനിമലായി മാറാൻ പറ്റുമോ? അത് കൊള്ളാലോ, നോക്കട്ടെ പറ്റും. നീ അവിടെ ക്യാൻസർ അവിടെ ആലോചിക്കട്ടെ. ഗൈസ് എന്തൊക്കെയോ പറയണ്ട്. പോഷൻ കുടിച്ചാൽ ഇഷ്ടമുള്ള ആനിമലായി മാറാൻ പറ്റും, മറ്റതാണ് തേങ്ങ എന്നൊക്കെ പറയുന്നുണ്ട്. സോ തന്നെ വിശ്വസിക്കാൻ പറ്റുമോ? നിനക്ക് വിശ്വാസം കൊണ്ട് ഈ കുടിച്ചാൽ മതി, അല്ല പിന്നെ. എന്നാ എടുത്തേക്കാലേ. സാധനം എന്താ? അതെവിടെ വിടും. ഗൈസ് അപ്പോൾ നമുക്ക് സാധനമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ. അമാർ ഇവിടെ നിൽക്കുകയാണ്. എടാ അപ്പം ഞാൻ പോവാട്ടാ. ഞാൻ ടാക്സി പിടിച്ചാ വന്നു. എനിക്കിപ്പോൾ വണ്ടിയൊന്നും ഇല്ല, ഇതിൽ കയറി പോവാം. എടാ വന്ന വഴി വണ്ടി മോഷിച്ചോണ്ട് പോണോടാ. എടാ അതൊക്കെ നമ്മുടെ ശീലമല്ലേ ഗൈസ്. നമുക്കപ്പോൾ പോഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് ഇച്ചിരി ആൾത്തിരക്ക് കുറഞ്ഞുള്ള സ്ഥലത്ത് പോയി ട്രൈ ചെയ്യാം. ഇവിടേക്ക് വെച്ച് മൃഗമായി മാറിയ സീനാവില്ലേ ഗൈസ്. സോ ഗൈസ് നമ്മൾ വണ്ടി കിട്ടിയ വഴി നശിപ്പിച്ചിട്ടുണ്ട്. നല്ലതാടാ. ഗൈസ് നമ്മൾ ഇച്ചിരി ആൾത്തിരക്ക് കുറച്ചുള്ള സ്ഥലത്തായിട്ട് പോവാണ്. പക്ഷെ ഇവിടെ വെച്ച് അതൊക്കെ ടെസ്റ്റ് ചെയ്ത് ഇച്ചിരി സീനാവുമെന്ന് എല്ലാവർക്കും അറിയാലോ. ഗൈസ് നമുക്ക് വേറെ എങ്ങോട്ടേലും പോവാം. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കാത്ത നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഇച്ചിരി തിരക്കില്ലാത്തൊരു സ്ഥലത്തായിട്ടാണ് പോണത്. ഇവിടെയാണ്. മാറി ചേച്ചി. നല്ല പിന്നെ ചേച്ചിനോട് മാറാനും പറഞ്ഞിട്ട്. സോ ഗൈസ് നമ്മൾ ഇച്ചിരി ആൾത്തിരക്ക് കുറച്ചുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിടാം. നമ്മുടെ വണ്ടിയൊന്നും അല്ല എന്നാലും. സോ നമുക്ക് ആ പോർഷൻ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലെമാർ ഉദ്ദേശിച്ച സാധനം തന്നെ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. സോ അവനെ വിളിക്കണം. വേണ്ട ഗൈസ്, ഇത് വല്ല വർക്കായില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ വല്ല തലറങ്ങിയാണ് അവനെ ആയിരിക്കും ഞാൻ പറയാൻ പോണേ. സോ നമുക്ക് ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സാധനം. നമ്മൾ ഫോണൊക്കെ എന്തായാലും അടുത്ത് തന്നെ വെക്കാം. കാരണം വല്ലതും പറ്റിയാൽ നമുക്ക് വിളിച്ചു പറയാൻ നമ്മുടെ മൈക്കിന് മാത്രമേ ഉള്ളൂ. സോ ഡ്രൈവറിനെ ഒന്നും വിളിച്ചാൽ വരുപോലും ചെയ്യില്ല, അവന് തന്നെ എന്തോ പ്രശ്നമായിട്ട് ഇരിക്കാതെ പോവുക. സോ ഗൈസ് നമുക്ക് ട്രൈ ചെയ്യാം സാധനം. നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് സെറ്റാവും. സോ നമുക്ക് നോക്കാം ഗൈസ്. എടാ ഇതെന്താ? എടാ നമ്മൾ പശുവാ. എടാ ഇത് നല്ലൊരു ബാക്ക് തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഒരു പശുവായി മാറിയിരിക്കുകയാണ് ഗൈസ്. സോ ഇവന് ഓടാൻ പറ്റില്ലേ? ഓടില്ലാത്ത പശുവാ നീ ഗൈസ്. ഈ പശു ഭയങ്കര സ്ലോ ആണ്. എടാ പശു ഓടണടാ ഗൈസ്. ഇവ സീനാട്ടാ ഗൈസ്. നമ്മൾ പശുവായി മാറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി കയറാൻ പറ്റുമോ എനിക്കറിയില്ല. നമുക്കിപ്പോൾ നോക്കണ്ട. ഇപ്പം നമുക്ക് ഇച്ചിരി ആൾക്കാരെ പേടിപ്പിക്കാം. പശുവാകുന്നത് നമ്മളിപ്പോൾ പശുവായിട്ട് നമ്മൾ ഇപ്പം എന്ത് ചെയ്യാനാ? എടാ ഞാൻ പശുവാ. ഓ വലിയ കാര്യമായി. ഇവന്മാർക്കൊന്നും പേടിയില്ലേ? ഗൈസ് നമ്മുടെ മോമോന്നുള്ള സൗണ്ട് മാത്രം അവന്മാർ കേൾക്കണം. നമ്മൾ സംസാരിക്കണമെന്ന് അവന്മാർ കേൾക്കില്ല. സോ ഇവന് ഇടിച്ചിടാൻ പറ്റും പശുവിന്. ഗൈസ് നമുക്ക് ഇയാൾ ഇടിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഓടാ പശുവിൻ്റെ അടുത്ത് അവൻ്റെ കളി. പശുവിനെ ചവിട്ടറാ. എടാ പശുവിനെ ചവിട്ടറാൻ. നീ ഏതാ? നമുക്ക് ഡെൽപിയറോയിൽ പശുവായിട്ട് നീ എടാ പശുവിനെ തൊഴിക്കോടാ നീ. അവൻ പശുവിനെ ചവിട്ടറാൻ. ലോസ് ആൻഡോസിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നിന്നെ കൊല്ലൂട്ടാ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പശുവായിട്ട് നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? പശു വണ്ടി ഓടിക്കണം. നീ കണ്ടോടാ? പശു വണ്ടി ഓടിക്കണം നീ കണ്ടോടാ? എടാ നമ്മൾ മണ്ണിൻ്റെ ഉള്ളിലാണ്. പശു വണ്ടി ഓടിക്കുകയാണ്. ഇവനത് കണ്ടിട്ടില്ല. വൃത്തിയായിട്ടാണ് പശുവിനെ ചവിട്ടറാവും ഗൈസ്.
എന്താ ഗൈസ് പശുവിന് ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ. പശുവിനെ വണ്ടി ഓടിക്കാൻ ഇച്ചിരി ഇതുണ്ട്. പശു വണ്ടി ഓടിക്കുന്നത് ഒരു നല്ല സംഭവമാണ്. വാവ്, ഓ കണ്ടാ മോർഫായി അതൊക്കെയാണ് പശു. നീ കണ്ടോടാ പശു വണ്ടി ഓടിക്കണേ? നീ കണ്ട അവന് കൊടുത്തിട്ട് പശുവിന് കണ്ടെടുക്കാൻ പറ്റും. അത് നൈസ്. ഗ്രനേഡ് എറിയോ പശു? ഗ്രനേഡ് എറിയെങ്കിൽ കൊള്ളാട്ടാ. ആ ഗ്രനേഡ് എറിയൂട്ടാ പശു. ഗൈസ് നമ്മൾ പശുവായിട്ട് ഇവിടെ ഓടി നടക്കുവാണ് ഗൈസ്. നമ്മൾ പശുവായിട്ട് ഗ്രനേഡ് എറിഞ്ഞ് നടക്കുവാണ്. നമ്മൾ ഇച്ചിരി ഡിഫറെൻ്റാ ഗൈസ്. കണ്ടാ നമ്മുടെ ഏത് എടാ എന്തുവാണ് കാട്ടറ ഞാൻ? എന്തൊക്കെയാണ് ഇവൻ കാട്ടറ ഗൈസ്? നമുക്ക് ഒരാളെ ഫിനിഷ് ചെയ്താലാണ് നമുക്ക് അടുത്ത മൃഗമാകാൻ പറ്റുള്ളൂ. സോ ഒരാളെ നമുക്ക് ഫിനിഷ് ചെയ്യണം. സോ പശുവിന് എന്തൊക്കെ എടുക്കാൻ പറ്റും നോക്കട്ടെ. സ്റ്റിക്കി ബോംബ് എടുക്കാൻ പറ്റുമോ? പശുവിന് ലാത്തി വെച്ച് അടിക്കാൻ പറ്റും ഗൈസ്. അതൊരു നല്ലൊരു എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ പശു ലാത്തി വെച്ച് അടിക്കണ ഞാൻ കാണാറുണ്ട്. സോ മോളറ്റോവ് എടുത്തിട്ടുണ്ട് പശുവിന് മോളറ്റോവ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും നോക്കട്ടെ. കത്തിച്ചാവട നീക്കാൻ കത്തിച്ചാവട. നീ പശുവിനെ നോക്കിയാൽ അല്ല പിന്നെ ഗൈസ്. അങ്ങനെ പശു അവസാനിക്കാൻ പോവാണ്. ഇനി നമ്മൾ അടുത്ത മൃഗമാകാൻ പോവാണ്. സോ ഗൈസ് നമ്മൾ ചിമ്പാൻസിയാണ് ഗൈസ്. ചിമ്പാൻസീന ബനാനീനി വണ്ടി താടാ. എന്നെ വണ്ടി എടുക്കാം ഗൈസ്. എൻ്റെ വണ്ടി എടുക്കാം. വണ്ടി താടാ. നീ ചിമ്പാൻസി വണ്ടി ഓടിക്കണോടാ. നീ ചിമ്പാൻസി വണ്ടി ഓടിക്കണില്ല. അതിൻ്റെ മാറാ ഇത്രയും നന്നായിട്ട് വണ്ടി ഓടിക്കണം. ഈ ലോസ് ആൻഡോസിലെ ഏറ്റവും വലിയ വണ്ടി ഓടിക്കണ ചിമ്പാൻസിയാണ്. പൊളിച്ച് കത്തിച്ച് കൊല്ലണം എല്ലാത്തിനും. ഗൈസ് നമ്മളിപ്പോൾ മെയിൻ സിറ്റിയിലോട്ട് അങ്ങനെ പോവുകയാണ് ഗൈസ്. മൃഗമായപ്പോൾ നല്ല രസമുണ്ട് ഗൈസ്. നമുക്ക് മൃഗമാവാൻ നമ്മുടെ പണ്ട് തൊട്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മൃഗമാവാൻ. ഫ്രാങ്ക്ലിനെ ഒരു മൃഗം, ഇനി അവന് തന്നെ വേറെ മൃഗമാവാനുള്ള ഒരു ആഗ്രഹം നമ്മളങ്ങനെ സാധിച്ചു കൊടുത്തേക്കുവാണ് ഗൈസ്. സോ ഗൈസ് ചിമ്പാൻസി വണ്ടി ഓടിക്കുകയാണ് ഗൈസ്. നമ്മൾ മെയിൻ സിറ്റിയിലോട്ട് അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ റിയൽ ടാലൻറ്റ് കാട്ടാം. ഇവിടുത്തെ വർക്കേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ പുതിയൊരു ഇത് കാട്ടി കൊടുക്കാം. ചേട്ടാ ജോലി ഉണ്ടോ ചേട്ടാ? എനിക്ക് ജോലി വേണം. ചേട്ടാ എനിക്കൊരു ജോലി തരുമോ ചേട്ടാ ജോലി തരുമോ? ഗൈസ് നമ്മുടെ ചിമ്പാൻസിക്ക് ജോലി തരില്ല എന്നാണ് പറയുന്നത്. മോളച്ചോവ് എറിയണ്ട അവൻ്റെ മേത്ത്. അവനെ എറിഞ്ഞ് കൊല്ലണ്ട. അവൻ്റെ തലയ്ക്ക് എറിയണം അല്ല പിന്നെ ചിമ്പാൻസിക്ക് ജോലി നീ ഇങ്ങോട്ടാ പോകാൻ? ഫയർ ഫൈറ്റർ നീ ചാവും നോക്കട്ടെ. അവൻ ഓടിപ്പോയി. കാപ്പിയും കുടിച്ച് നിൽക്കുമോ മതി. ചിമ്പാൻസി ജോലി ചോദിക്കുമ്പോൾ തന്നില്ല എന്നും മോശം പരിപാടികളാ. ചിമ്പാൻസി നീ കണ്ടിട്ടില്ലാണ് ചിമ്പാൻസിന്? അവൻ്റെ വണ്ടി അടിച്ചു കൊണ്ട് നാട്ടിൽ മൂക്കാൻ വേണ്ട പൊട്ടിക്കാല്ല. പിന്നെ നേരെ തോന്നിയിട്ട് ചിമ്പാൻസി അങ്ങനെ ഇവിടെ കറങ്ങി നടക്കുവാണ്. സോ ചിമ്പാൻസി വെടി വെച്ച് നോക്കാം. ചിമ്പാൻസി എടുത്തവൻ്റെ കളിയുണ്ട്. അവൻ്റെ ഉണ്ടാക്കലൊക്കെ ചിമ്പാൻസി എടുത്ത് ചന്തിക്ക് കൊടുക്കണം. അവൻ്റെ വെടി കൊല്ലണ ചിമ്പാൻസിയുടെ അടുത്ത് അവൻ്റെ കളി. നീ ഒന്നും ചിമ്പാൻസിനെ കണ്ടിട്ടില്ലടാ. നീയൊക്കെ ചിമ്പാൻസി തോക്കും പിടിച്ചൊന്നും കണ്ടിട്ടില്ലടാ. ഓടാൻ നേരത്ത് ഫോൺ വിളിക്കണം. ഒരു സെക്കൻഡ് അതൊന്ന് കാണട്ടെ. ഓടാൻ നേരത്ത് ഫോൺ വിളിക്കണ ഒരു പെൺകൊച്ചിനെ ഒന്ന് നിന്റെ കാലത്ത് ഓടാൻ നേരത്ത് ഈ ഫോൺ വിളിക്കണോ? എന്താ അഡിക്റ്റാടി നീ? ബ്രെയിൻ റോട്ട്. കുഴപ്പമില്ല. ചിമ്പാൻസി റോട്ടി കൂടെ ഓടിപ്പോവാണ്. ഗൈസ് നമ്മുടെ ചിമ്പാൻസിനെ കൊന്നു ഗൈസ്. നമ്മൾ പ്രാവാണ് ഗൈസ്. നമ്മൾ കാക്ക എടാ ചത്ത. ഗൈസ് ഒരു പ്രശ്നമുണ്ട്. കാക്കയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. കാക്ക റോട്ടിലോട്ട് നിലത്ത് വീണ ചാവും ഗൈസ്. ഇത് കഷ്ടപ്പെടൂട്ടാ. നമ്മൾ ഫ്ലൈറ്റ് ഏഴ് കാക്ക സീൻ ഗൈസ്. നമ്മൾ പറക്കുവാണ്. നമ്മുടെ വലിയൊരു ആഗ്രഹം ഇടിക്കലടാ. എൻ്റെ പൊന്നെ ഇനി ഇടിച്ച് പിന്നെയും ചാവാൻ വയ്യടാ. ഗൈസ് ഇതൊക്കെയല്ലേ സ്വപ്നം ഗൈസ്. നിങ്ങൾക്ക് ആഗ്രഹം വന്നിട്ടോ കാക്കയായിട്ട് പറക്കാൻ വേണ്ടി? നിലത്ത് വീണ ഇച്ചിരി സീനാട്ടാ. നിലത്ത് വീണ അപ്പം തന്നെ ചാവും ഗൈസ്. നമ്മൾ പറന്നു പോകണം. കാക്കയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? കാക്കയ്ക്ക് പറക്കാം. കാക്കയ്ക്ക് മോളറ്റോവ് എറിയാൻ പറ്റുമോ മുകളിൽ നിന്ന്? കാക്കയ്ക്ക് എറിയാൻ പറ്റുമോ മോളറ്റോവ് മുകളിൽ നിന്ന്? നോക്കാം. അടി അതൊക്കെയാണ് കാക്ക. ഇങ്ങനത്തെ കാക്ക മോളറ്റവും പിടിച്ച് പറങ്ങണ കാക്കയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.
സോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം, നിങ്ങൾക്ക് എന്താ തോന്നിയെന്നൊക്കെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറയണം. മോളറ്റവും പിടിച്ച് നടക്കണ കാക്കാൻ നിങ്ങൾ കണ്ടെങ്കിൽ എറിയടാ. നീ അവളെ രക്ഷിക്കാൻ നോക്കണം. എടി എന്താ ചാവടി അല്ല പിന്നെ കാക്കച്ചിയുടെ അടുത്താണ് കളി. നമ്മൾ ഹൈവേ പോയിട്ട് കാക്കച്ചി, അയ്യോ ജസ്റ്റ് കാക്കയൊന്ന് തൊട്ടാ ചാവും ഗൈസ്. സോ കാക്ക ഈ പ്രാവശ്യം കാക്കച്ചി ഒരു തോക്കെടുത്തുണ്ട് ഗൈസ്. അയ്യോ ഗൈസ് നമ്മൾ ചത്തു ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ മൗണ്ടൻ ലയണാണ് ഗൈസ്. ആൾക്കാർക്ക് നമ്മളെ കണ്ട് പേടിച്ചു കൊടുക്കും ഗൈസ്. എടാ ഇത് സീനാണല്ലോ. എടാ ഗൈസ് നമ്മളങ്ങനെ മൗണ്ടൻ ലയണായി മാറിയിരിക്കുകയാണ്. ആൾക്കാർക്ക് നമ്മളെ കണ്ട് ഓടുള്ളൂ ഗൈസ്. നോക്കിയേ എടാ ദേടാ അവർക്കൊക്കെ പേടിയുണ്ടാ. ദേടാ അവർ ഓടണണ്ടാ. ഞാൻ വെട്ടിച്ചു. അല്ല പിന്നെ ഗൈസ് മൗണ്ടൻ ലയൺ നടിച്ചിട്ട് സീനാണെന്നാണ് കേൾക്കണേ. എടാ കടിച്ചു തിന്നടാ. അല്ല പിന്നെ നമ്മളടുത്ത കളി മൗണ്ടൻ ലയണിൻ്റെ അടുത്ത. ഇത്രയും നാൾ നമ്മളെ പുച്ഛിച്ചവരുണ്ടായിരുന്നു, നമ്മൾ ചിമ്പാൻസി ആയിരുന്നപ്പോൾ. ഫ്രാങ്ക്ലിനിപ്പോൾ മൗണ്ടൻ ലയണായി മാറിയാൽ കടിച്ച് കൊല്ലണം അവിടെ. മൗണ്ടൻ ലയൺ വണ്ടി ഓടിക്കണം കണ്ടോടി. അല്ല പിന്നെ മൗണ്ടൻ ലയൺ വണ്ടി ഓടിക്കണം കണ്ടിട്ടില്ല, എന്നിട്ടാണ് ജാടാനൊക്കെ അവനെ. ഗൈസ് നമ്മൾ വണ്ടി ഓടിച്ചിങ്ങനെ പോവാണ് ഗൈസ്. അയ്യോ ഓക്കെ മൗണ്ടൻ. എടാ എന്ത് ജന്മമാണ് ഇവൻ. എൻ്റെ പൊന്നെ ഗൈസ് മൗണ്ടൻ ലയൺ വണ്ടി ഓടിച്ച് കഴിഞ്ഞ് മൗണ്ടൻ ലയൺ ഇവൻ്റെ അടുത്തെത്തി. കൊല്ലി ഓ എൻ്റെ പൊന്നെ. എടി ഇവൻ കൊള്ളാട്ടോ. സാധനം കൊള്ളാം, എന്തായാലും സാധനം കൊള്ളാം. സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. പട്ടീനെ പിടി. പക്ഷെ പാവം പട്ടിയല്ലടാ. നമുക്ക് എന്താ അതിന് പാവല്ലടാ അത്. പട്ടിക്കുട്ടിയാണെന്നും ചെയ്യില്ല. ഞാനൊരു പാവം മൗണ്ടൻ ലയണാണ്. ഞാൻ പാവാ പട്ടിക്കുട്ടി. ഞാനൊന്നും ചെയ്യില്ല പട്ടിക്കുട്ടി. ഞാൻ പാവാണേ. ഞാൻ പാവം മൗണ്ടൻ ലയൺ. നമുക്ക് കളിക്കാം. നമുക്ക് ഓടിക്കളിക്കാം ഗൈസ്. നമ്മൾ ഈ പട്ടിയുടെ കൂടെ കളിക്കുകയാണ്. നമ്മൾ പേടിച്ച് ഓടുകയാണോ എന്നറിയില്ല, എന്നാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവന്മാർ ഇച്ചിരി സീന. മോളറ്റോ പറഞ്ഞാൽ ഇവനൊക്കെ പഠിക്കൂ. മോളറ്റോ പറഞ്ഞാൽ അവളൊക്കെ പഠിക്കൂ. സോ ഗൈസ് നമ്മൾ മൗണ്ടൻ ലയണിൽ നിന്ന് മാറാൻ പോവാണ്. മടുത്തിട്ടുണ്ട് എനിക്ക്. ഇവൻ മഴയൊക്കെ പെയ്യുവാണ്, മൗണ്ടൻ ലയൺ തണുക്കുവാണ്. സോ സ്ഥാനത്ത് മൃഗം ആരാ? നമ്മുടെ ചോപ്പാണ് ഗൈസ്. ഗൈസ് ഫ്രാങ്ക്ലിൻ അവൻ്റെ പട്ടിയായി മാറിയിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ചോപ്പാണ് ഇവിടെ വന്നത്. ചോപ്പ് സീനാണ് ഇച്ചിരി. ചോപ്പ് പക്ഷെ ഒരു പാവാണ് മൃഗം. ചോപ്പിനെ ചവിട്ടരുത് ഗൈസ്. ഇതാന്ന് തോന്നുന്നു അവിടെ ലാസ്റ്റ് മൃഗം. സോ ചോപ്പിനെ ചവിട്ടണം. നീ വന്നടാ ഇച്ചിരി ഡേഞ്ചറാട്ടാ. ചോപ്പ് കടിച്ച് കീറിയിട്ടുണ്ട് അവനെ. സോ ചോപ്പിനെ ചവിട്ടുന്നവർക്ക് അങ്ങനെയാണ് കിട്ടണത്. സോ കുറേ വണ്ടിയൊക്കെ വന്നിട്ട് ചോപ്പ് ഇപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് മൃഗം ഫ്രാങ്ക്ലിൻ സത്യം പറയാൻ അടുത്തുണ്ട് മൃഗമായിട്ട്. സോ ഫ്രാങ്ക്ലിന് തിരിച്ചവൻ തന്നെ ആവണമെന്നുണ്ട്. സോ ഗൈസ് ഫ്രാങ്ക്ലിൻ തിരിച്ചവൻ തന്നെ ആയി മാറണമെന്ന് അവനൊരു ആഗ്രഹം. സോ നമുക്ക് ലാസ്റ്റായിട്ട് സംഭവം ചെയ്യാം. ഗൈസ് നമ്മൾ തിരിച്ച് ഫ്രാങ്ക്ലിൻ തന്നെ ആയതുകൊണ്ട് ഫ്രാങ്ക്ലിനപ്പം ഭയങ്കര പേടിച്ചു പോയി. നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിൻ തന്നെ ആയല്ലോ. നമ്മൾ ഫ്രാങ്ക്ലിന് വേണ്ടി ഒരു ഹെലികോപ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രാങ്ക്ലിന് ഓടിക്കാൻ വേണ്ടി തിരിച്ചു വരുമ്പോൾ. സോ ഫ്രാങ്ക്ലിന് നല്ല വിഷമമൊക്കെ ആയി ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.